സിനിമകൾ എപ്പോഴും തിയേറ്ററിൽ കണ്ട് എൻജോയ് ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസിൽ ഇരുന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കണമെന്നാണ് എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ളത്. അല്ലാതെ അതൊരു OTT ഇറങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അത് പോരാ ഇത് പോരാ എന്ന് പറയുന്നതിനെക്കാട്ടിലും തിയേറ്ററിൽ അത് കണ്ട് അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഈ സിനിമ കൊള്ളാം, നിങ്ങൾ കാണൂ, അല്ലെങ്കിൽ ആ സിനിമയിൽ അത് പോരായിരുന്നു, അതൊന്ന് മാറ്റാമായിരുന്നു എന്നൊക്കെ അഭിപ്രായം പറയുന്നത് വേറൊരു കാര്യമാണ്. എനിക്കൊരു 3 മാസമായിട്ട് തിയേറ്ററിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ ഒഡീഷയിലാണുള്ളത്. അതിന് മുമ്പ് കുറച്ച് ട്രാവലിങ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തിയേറ്ററിലേക്ക് പോകാൻ സാധിച്ചില്ല. ഇവിടെയാണെങ്കിലും ഇപ്പം മലയാള സിനിമകൾ അങ്ങനെ കൂടുതൽ റിലീസാവുന്നില്ല. സോ എല്ലാം മിസ്സായി പോവുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നതെന്ന് പറയുന്നത് നിവിൻ പോളി നായകനായിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയൊരു വെബ് സീരീസ് ആയിട്ടുള്ള ഫാർമ എന്ന് പറയുന്ന വെബ് സീരീസിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ വെബ് സീരീസ് ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിവ്യൂയിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. ഡിസംബർ 19 ജിയോ ഹോട്ട്സ്റ്റാറിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഡ്രാമ സീരീസാണ് ഫാർമ എന്ന് പറയുന്നത്. നിവിൻ പോളി അതുപോലെ തന്നെ രഞ്ജിത്ത് കപൂറൊക്കെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്ന ഒരു ഡ്രാമ, ഒരു നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന കുറച്ച് ക്രൈംസും കാര്യങ്ങളും അതിൻ്റെ കുറേ പുറകിലുള്ള കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന, കുറച്ച് ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ഒരു 8 എപ്പിസോഡുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു സീരീസാണ് ഫാർമ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നരയന്, അതുപോലെ തന്നെ ശ്രുതി രാമചന്ദ്രന്, വീണ നന്ദകുമാറൊക്കെ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. PR അരുണാണ് ചിത്രം ഈ സീരീസ് എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. സീരീസ് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മിഡിൽ ക്ലാസ്സിൽ കാരനായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് നിവിൻ പോളി അവതരിപ്പിച്ചിരിക്കുന്നത്. പുള്ളി ഒരു സെയിൽസ്മാനാണ്, ഒരു ഫാർമസിസ്റ്റൻ്റാണ്. അദ്ദേഹം സെയിൽസിന് വേണ്ടി പോവുകയും മെഡിസിൻ വിൽക്കാൻ പോവുകയും തുടർന്ന് ഈ മെഡിക്കൽ തിങ്സിലുണ്ടാകുന്ന ക്രൈംസ്, അതിൻ്റെ അകത്തുണ്ടാകുന്ന കള്ളത്തരങ്ങൾ, ഇതിൻ്റെ പുറകിൽ നടക്കുന്ന ഒരു വലിയൊരു മാഫിയനെ പറ്റിയൊക്കെ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ അതിനെ എക്സ്പ്ലോസ് ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു സീരീസാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫാർമ എന്ന് പറയുന്നത്. വലിയ കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഈ സീരീസ് കാണുന്ന സമയത്ത് ഉണ്ടാവില്ല. ബട്ട് കുറേ കാര്യങ്ങളിലൊക്കെ കുറേ ആശ്ചര്യങ്ങളുണ്ടായേക്കാം. കാരണം എനിക്ക് ഈ ഫീൽഡിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ ഈ സെയിൽസിന് പോകുന്ന ആൾക്കാർ ഇങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ടാർഗറ്റ് ഉണ്ടെന്നുള്ള കാര്യം അറിയാം. പക്ഷേ ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളും, ഇത്തരത്തിലാണ് ഇവർ അപ്രോച്ച് ചെയ്യുന്ന ഓരോ ഡോക്ടേഴ്സിനെ എന്നൊക്കെ ഉള്ളത് ഇത് കാണുന്ന സമയത്ത് കുറേയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ ഒരു രസകരമായിട്ടുള്ള ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യത്തെ എപ്പിസോഡ് സിംഗിൾ ഷോട്ടിൻ്റെ അയ്യര് കളിയാണ്. ഏതാണ്ട് ഒരു 3 സിംഗിൾ ഷോട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഒരു അരമണിക്കൂർ സാധനം കൊണ്ടുപോയി. അതൊരു ഗുഡ് അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഒരു പകുതി കഴിഞ്ഞപ്പോൾ, ഒരു 15 മിനിറ്റിന് മുകളിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. കാരണം അതിൻ്റെ ക്യാമറ മൂവ്മെൻറ്റ്സ് കൊണ്ട് തന്നെ എനിക്കതൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. അതുപോലെ തന്നെ ഫസ്റ്റ് എപ്പിസോഡിലൊന്നും കൂടുതൽ പറയാനില്ലാതെ ആ ഒരു ക്യാരക്ടർ തുടർന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ബ്രീഫ് മാത്രം കൊടുത്ത ഒരു എപ്പിസോഡായിരുന്നു. എന്നാൽ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ചെല്ലുമ്പോൾ പയ്യെ ഒരു സെക്ഷനിലേക്ക് കടക്കുകയും 3-ാമത്തേലും 4-ാമത്തേലും 5-ാമത്തേലും ഒക്കെ ഇഴഞ്ഞ് അവസാനം ഒരു 7-8 എപ്പിസോഡുകളിലേക്ക് എത്തുമ്പോഴാണ് കുറച്ചെങ്കിലും ഒരു പേസിലേക്ക് എത്തുന്നത് എന്ന് പറയേണ്ടി വരും. ഒരുപാട് ഡീറ്റെയിലിംഗ് ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇവർ ആഴ്ന്നിറങ്ങി പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ കൂടി കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. ബട്ട് നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. കാരണം ഒരു 22 മിനിറ്റ്, 25 മിനിറ്റ്, അരമണിക്കൂർ, അതിൻ്റെ അപ്പുറത്തേക്ക് ഈ സീരീസ് ഒരു എപ്പിസോഡ് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടു തീർക്കാനും പറ്റുന്നുണ്ട്. ഓവറോൾ ഒരു വാച്ചബിൾ ആയിട്ടുള്ള ഒരു ഗുഡ് അറ്റംപ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രാമ സീരീസാണ് ഈ ഫാർമ എന്ന് പറയുന്നത്. നിവിൻ പോളി എങ്ങനെ ഉണ്ടെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെയധികം നിരാശ മാത്രമാണ് നൽകിയത്. കാരണം നിവിൻ പോളിൻ്റെ അതിനകത്തൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു പാവത്താനാണ്. ഫസ്റ്റ് ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഫസ്റ്റ് എപ്പിസോഡിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഭയങ്കര വീക്കായി പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് പുള്ളി ഒരു വീക്കായ ക്യാരക്ടറായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അവിടെ അത് ഓക്കെ ആയിരുന്നു. അതിനുശേഷം പുള്ളി ഒന്ന് അപ്പാകുന്ന കുറച്ച് സെക്ഷനിൽ പോലും അപ്പാകുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത്. എന്താണ് നിവിൻ പോളിക്ക് പറ്റിയെന്ന് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ പുള്ളിയുടെ ഒരു അപ്പിയറൻസിലാണെങ്കിൽ തന്നെ ആ ഒരു പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് തന്നെ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം വരാൻ പോകുന്ന സിനിമയിലൊക്കെ ഒരുപാട് മെലിഞ്ഞിട്ടും പുള്ളി നല്ല രീതിയിൽ ബോഡിയൊക്കെ സെറ്റാക്കിയിട്ടാണ് പുള്ളി തിരിച്ചു വരാൻ പോകുന്നത്.
ഡിസംബർ 25 ഇറങ്ങാൻ പോകുന്ന സർവം മായ എന്ന് പറയുന്ന സിനിമയിലൊക്കെ അത്യാവശ്യം കുറച്ച് വണ്ണം കുറച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അതിനൊക്കെ മുമ്പെടുത്തൊരു സീരീസായിട്ടാണ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്. അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് എവിടെയൊക്കെയോ പഴയ ഒരു നിവിൻ പോളിയെ വല്ലാണ്ട് മിസ് ചെയ്തു പോകുന്നുണ്ട്. പിന്നെ ആ പഴയ നിവിൻ പോളിക്ക് സ്കോർ ചെയ്യാനുള്ള സാധനം ഈ സീരീസിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പകുതി സ്ഥലങ്ങളിലും രജിത് കപൂറും ഒക്കെയാണ് മെയിനായിട്ട് ലീഡ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. നരേനൊക്കെ ഗസ്റ്റ് റോളിൻ്റെ ഒരു അങ്ങേയറ്റം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരാണെങ്കിൽ ലേഡി ക്യാരക്ടേഴ്സ് ആണെങ്കിലും അതില്ലാതെ ശ്രുതി രാമചന്ദ്രനാണ് കുറച്ചും കൂടി ഒന്ന് സ്കോർ ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഓവറോൾ ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ജിയോ ഹോട്ട്സ്റ്റാറിൽ നമ്മുടെ ഇത് അവൈലബിൾ ആണ്. ഒന്ന് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സീരീസ് തന്നെയാണ്. ഒരു നേരം പോകിന് കാണാൻ പറ്റുന്ന ഒരു സീരീസാണ്. പിന്നെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. ഇതിൻ്റെ സെയിൽസ്, അതിൻ്റെ ആ പ്രൊഡക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന ഇൻസെൻറ്റീവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് യൂസ് ചെയ്യുന്ന മെഡിക്കൽ വേർഡ്സ്, ഇതൊക്കെ ഈ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യും. സോ അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അല്ലാത്തവർക്കും ഇഷ്ടപ്പെടും. പിന്നെ കുഴപ്പമില്ല, നേരം പോക്കിന് കാണാൻ പറ്റിയൊരു സീരീസാണ്. മലയാളത്തിൽ നിന്ന് തന്നെ സീരീസ് അല്ല, നിവിൻ പോളിനെ നമുക്ക് കാണാമല്ലോ. അപ്പം അങ്ങനെ അത്രയൊക്കെയാണ് ഈ സീരീസിനെ പറ്റി പറയാനുള്ളത്. എനിക്കൊരു ഓക്കേഷ് മൊമെൻറ്റ് മാത്രം തന്ന ഒരു സീരീസാണ്. സോ താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓൾറെഡി കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.